കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് അറിവിന്റെ ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രാചീന സംസ്കാരവുമായിട്ട്, ലോകത്തെ പ്രാചീന സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ചധികം ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം ഏതായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം ഏതായിരുന്നു? ഉത്തരം നിനവെയാണ് പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിനവെ എന്ന് പറയുമ്പോൾ വടക്കൻ ഇറാഖിലെ ഒരു ഗവർണറേറ്റ് ആണ് നിനവെ. ബൈബിളിൽ പരാമർശിക്കുന്ന പ്രാചീന അസീറിയൻ നഗരം നിനവെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഏത് റീജിയനിലാണ് നിനവെ സ്ഥിതി ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മെസൊപ്പൊട്ടോമിയൻ റീജിയനിലാണ് നിനവെ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം കൂടിയായിരുന്നു നിനവെ. ടൈഗ്രിസ് നദിയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടം നിയോ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരവുമായിരുന്നു. കൂടാതെ പതിറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന ഖ്യാതി വഹിച്ചിരുന്നത് എവിടമാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് നിനവെ. അപ്പോൾ പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം ഏതായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോയത്. ഉത്തരം നിനവെയാണ്. BC 612 വരെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഇതായിരുന്നു എന്നാണ് ചരിത്രകാരന്മാര് പറയപ്പെടുന്നത്. കൂടാതെ പുരാതന കാലഘട്ടത്തിലെ ഏറ്റവും പഴക്കമേറിയതും മഹത്തായതുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു നിനവെ എന്നും ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം ഏത്? ഉത്തരം നിനവെയാണ്. ഉത്തരം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പുരാതന സാമ്രാജ്യത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനം, അല്ലെങ്കിൽ പുരാതന കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനം എവിടമായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പുരാതന കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനം, അല്ലെങ്കിൽ സാമ്രാജ്യത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനം എവിടമായിരുന്നു? ഉത്തരം മെംഫിസ് ആണ് പുരാതന സാമ്രാജ്യത്തില് ഈജിപ്തിന്റെ തലസ്ഥാനം. മെംഫിസ് അഥവാ മെൻ നെഫർ പുരാതന തലസ്ഥാനമായിരുന്നു ഈജിപ്തിന്റെ. സ്ഥാപിതമായിട്ടുള്ള വർഷം എന്ന് പറയുന്നത് BC 31 നൂറ്റാണ്ടിന് മുൻപാണ് ഈ പറയുന്ന മെംഫിസ് സ്ഥാപിതമായത്. അതായത് പുരാതന സാമ്രാജ്യത്തില് ഫറവോമാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായിരുന്നു മെംഫിസ്. സ്ഥാപിതമായ വർഷം ഒരിക്കൽ കൂടി പറയാം. 31 നൂറ്റാണ്ടിന് മുൻപാണ് ഈ നഗരം സ്ഥാപിതമായത്. മെനസ് രാജാവാണ് നഗരം സ്ഥാപിച്ചത് എന്നാണ് ചരിത്ര ഗവേഷകര് അല്ലെങ്കിൽ ചരിത്രകാരന്മാര് ചൂണ്ടിക്കാട്ടുന്നത്. പുരാതന ഈജിപ്തിന്റെ അഥവാ പഴയ രാജ്യത്തിന്റെ തലസ്ഥാനം കൂടിയായിരുന്നു ഈ നഗരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഉത്തരം കെയ്റോയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ തെക്ക്, അല്ലെങ്കിൽ കെയ്റോയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറി നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് മെംഫിസ് നഗരം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അപ്പർ ഈജിപ്തിനും ലോവർ ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി അടയാളപ്പെടുത്തിയ സ്ഥലം കൂടിയായിരുന്നു ഇത് എന്ന പ്രത്യേകതയും ഈ പറയുന്ന മെംഫിസിന് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുരാതന കാലത്ത് തുടർച്ചയായി 8ലധികം രാജവംശങ്ങൾക്ക് പുരാതന ഈജിപ്തിന്റെ തലസ്ഥാനമായി മാറിയ നഗരം കൂടിയാണ് മെംഫിസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പുരാതന സാമ്രാജ്യത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായിട്ടുള്ള നഗരം ഏത്? ഉത്തരം മെംഫിസ് ആണ്. അപ്പോൾ ഈ യാത്ര പോകുന്നവരെല്ലാം, അതായത് പ്രത്യേകിച്ച് ചരിത്രം ഇഷ്ടപ്പെടുന്നവരും ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അറിയാൻ ഇഷ്ടമുള്ളവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ പോയി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ കൂടിയാണ് ഈ പറഞ്ഞു വരുന്ന നിനവെ ആയിക്കോട്ടെ മെംഫിസ് ആയിക്കോട്ടെ ഇവിടെയെല്ലാം. ജനാധിപത്യം ആദ്യം വളർന്നത് ഏത് നഗരത്തിലാണ്? ചോദ്യം ഇതാണ്: ജനാധിപത്യം ആദ്യം വളർന്നത് ഏത് നഗരത്തിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ജനാധിപത്യം ആദ്യം വളർന്നു വന്നത് ഏത് നഗരത്തിലാണ്? ഉത്തരം ഏതൻസിലാണ് ജനാധിപത്യം ആദ്യമായിട്ട് വളർന്നു വന്നത്. ഏതൻസ് എന്ന് പറയുമ്പോൾ ഗ്രീസ് ആണ്. അതുപോലെ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ ജനാധിപത്യം ആദ്യം വളർന്ന നഗരം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഉത്തരം ഏതൻസ് ആണ്. ഗ്രീസിന്റെ തലസ്ഥാന നഗരമാണ് ഏതൻസ്. 1896 ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. അപ്പോൾ ആധുനിക ഒളിമ്പിക്സ് 1896 ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഏതൻസിലാണ്. അല്ലെങ്കിൽ ഏതൻസിൽ ഏത് വർഷമാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്? 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്.
3400 വർഷത്തിൽ പരം ചരിത്രമുള്ള നഗരമാണ് ഏതൻസ്. കൂടാതെ 1834 മുതൽ ഗ്രീസിന്റെ തലസ്ഥാന നഗരം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 1896 ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് സ്ഥാപിതമായത്. 1834 മുതൽ ഗ്രീസിന്റെ തലസ്ഥാന നഗരമാണ് ഏതൻസ്. കൂടാതെ മെഡിറ്ററേനിയനിലെ ഒരു പ്രധാന തീരദേശ നഗരം കൂടിയാണിത്. ഗ്രീസിലെ തന്നെ ഏറ്റവും വലിയ നഗരവും യൂറോപ്യൻ യൂണിയനിലെ 8ാമത്തെ വലിയ നഗരപ്രദേശവും കൂടിയാണ് ഏതൻസ്. അപ്പോൾ ഗ്രീസിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏതൻസ് ആണ്. യൂറോപ്യൻ യൂണിയനിലെ 8ാമത്തെ വലിയ നഗരപ്രദേശം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏതൻസ് ആണ്. കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്ന് എന്ന ഖ്യാതി വഹിക്കുന്ന നഗരം ഏത്? അതിന്റെ ഉത്തരവും ഏതൻസ് തന്നെയാണ്. അതിനോടൊപ്പം ക്ലാസിക്കൽ ഏതൻസ് ഒരു ശക്തമായിട്ടുള്ള നഗര സംസ്ഥാനം കൂടിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. കലാപഠനമായിക്കോട്ടെ, തത്വചിന്ത എന്നിവയുടെയൊക്കെ കേന്ദ്രം. ഇനി പ്ലേറ്റോയുടെ അക്കാഡമിയുടെയും അരിസ്റ്റോട്ടിലിന്റെ ലൈസ്യത്തിന്റെയും കേന്ദ്രവും ഏതൻസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. പാശ്ചാത്യ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നും ജനാധിപത്യത്തിന്റെ ജന്മസ്ഥലമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കൂടിയാണ് ഏതൻസ്. അപ്പോൾ ഏതൻസിനെ കുറിച്ച് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പാശ്ചാത്യ നാഗരികതയുടെ കളിത്തൊട്ടിൽ, ഉത്തരം ഏതൻസ് ആണ്. ജനാധിപത്യത്തിന്റെ ജന്മസ്ഥലം, ഉത്തരം ഏതൻസ് ആണ്. പിന്നെ പ്ലേറ്റോയുടെയും അക്കാഡമിയുടെയും അരിസ്റ്റോട്ടിലിന്റെ ലൈസ്യത്തിന്റെയും കേന്ദ്രം ഏതൻസ് തന്നെയാണ്. അതിനോടൊപ്പം 1896 ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. 1834 മുതൽ ഗ്രീസിന്റെ തലസ്ഥാന നഗരം കൂടിയാണിത്. ഏകദേശം 3400 പരം വർഷത്തിൽ പഴക്കമുള്ള നഗരം കൂടിയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. റെഡിയല്ലേ? ഗോൾഡൻ ഏജ് ഓഫ് റോം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെയാണ്? ഗോൾഡൻ ഏജ് ഓഫ് റോം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടം അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തെയാണ്? ഉത്തരം അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തെയാണ് ഗോൾഡൻ ഏജ് ഓഫ് റോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഗസ്റ്റസ് സീസർ എന്ന് പറയുമ്പോൾ ഗയസ് ജൂലിയസ് സീസർ ഒക്ടേവിയാനസ് എന്ന അഗസ്റ്റസ് സീസർ റോമൻ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു. അപ്പൊ ഈ പേര് നല്ലതുപോലെ ഓർത്തിരിക്കണം. ഗയസ് ജൂലിയസ് സീസർ ഒക്ടേവിയാനസ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം അറിയപ്പെട്ട പേരാണ് അഗസ്റ്റസ് സീസർ. റോമൻ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 27ാം ആണ്ട് മുതൽ ക്രിസ്തു വർഷം 14 മരണമടയുന്നത് വരെ ജൂലിയസ് സീസറിന്റെ സഹോദരിയുടെ മകളുടെ മകനായ അഗസ്റ്റസ് റോമാ സാമ്രാജ്യം ഭരിച്ച വ്യക്തിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ജാനുവരി 16, 27 BC മുതൽ ഓഗസ്റ്റ് 19 ഏകദേശം AD 14 വരെ അദ്ദേഹം റോം ഭരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BC 63 സെപ്റ്റംബർ 23 റോമിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് ചരിത്രകാരന്മാര് ചൂണ്ടിക്കാട്ടുന്നത്. ഗയസ് ഒക്ടേവിയസ് ടൂറിനസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്നും ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അപ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് റോം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തിനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ വന്നത്. അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലേക്കാണ്. ഗയസ് ജൂലിയസ് സീസർ ഒക്ടേവിയാനസ് എന്ന അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടമാണ് ഗോൾഡൻ ഏജ് ഓഫ് റോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. മംഗോളിയയുടെ വീരനായകനായിട്ടുള്ള വ്യക്തി. ഇത് പലപ്പോഴും ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്. ഒറ്റ ഉത്തരമാണ്, ചെങ്കിസ് ഖാൻ ആണ് മംഗോളിയയുടെ വീരനായകൻ. ചെങ്കിസ് ഖാൻ എന്ന് പറയുമ്പോൾ മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു. ആദ്യത്തെ ഗ്രേറ്റ് ഖാനും ചക്രവർത്തിയുമായിരുന്ന വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം തെമുജിൻ അഥവാ തെമുച്ചിൻ എന്നായിരുന്നു. തെമുച്ചിൻ എന്നോ ഉച്ചരിക്കുമായിരുന്നു. കൂടാതെ സമീപസ്ഥങ്ങളായ പ്രദേശങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷമാണ് സാർവത്രിക ഭരണാധികാരി എന്നർത്ഥമുള്ള ചെങ്കിസ് ഖാൻ എന്ന നാമധേയം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അഥവാ സ്വീകരിക്കുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏഷ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മംഗോൾ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് 1206 മുതൽ 1227 വരെയുള്ള കാലഘട്ടമാണ്. ജന്മസ്ഥലം എന്ന് പറയുന്നത് കെന്റി മൗണ്ടൻസ്, മംഗോളിയ. 1162 അദ്ദേഹം ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു. അന്തരിച്ചത് 1227 ഓഗസ്റ്റ് മാസമാണ് അദ്ദേഹം അന്തരിച്ചത് എന്നും കരുതുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ: പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം നിനവയാണ്. പുരാതന സാമ്രാജ്യത്തിൽ ഈജിപ്ഷ്യൻ തലസ്ഥാനം മെംഫിസ് ആണ്. ജനാധിപത്യം ആദ്യം വളർന്നു വന്ന നഗരം ഏതൻസ് ആണ്. ഗോൾഡൻ ഏജ് ഓഫ് റോം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടം? അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടം. മംഗോളിയയുടെ വീരനായകനായിട്ടുള്ള വ്യക്തി ചെങ്കിസ് ഖാൻ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെയധികം ഈസി ആയിട്ടുള്ള ഉത്തരങ്ങളും ചില സമയത്ത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.